വളരെ ചെറുപ്പത്തിലെ തന്നെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്ന ഒരു മകനാണ്. മറ്റ് സാധാരണ ചെറുപ്പക്കാരെ പോലെയല്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അദ്ദേഹം ഒരു ദിവസവും പോലും പണി കളയാതെ ഇതിൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് എല്ലാ ദിവസവും ഞായറാഴ്ച തോറും പണിക്ക് പോകുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു. കുടുംബത്തിലെ ബാധ്യതകൾ അവനാണ് ആ കുടുംബം ഏറ്റെടുത്ത് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. പെങ്ങളുടെ കല്യാണം നടത്തുവാനായാലും അച്ഛൻ്റെ അസുഖങ്ങൾ ഇതൊക്കെ ഇവൻ്റെ വരുമാനത്തിൽ നിന്നാണ് നടന്നു പോയിക്കൊണ്ടിരുന്നത്. ബിബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ പ്രളയകാലത്തെ നമുക്ക് ഓർമ്മ വരികയാണ്. ആ പ്രളയകാലത്ത് നമ്മൾ എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് നമ്മൾ ഓരോ വീടാന്തരം കയറി ഓരോ ഭക്ഷ്യസാധനങ്ങളും അതുപോലെ തന്നെ തുണിത്തരങ്ങളും ഒക്കെ ശേഖരിക്കുന്ന കൂട്ടത്തിൽ, അതുപോലെ തന്നെ മറ്റുള്ള വാഴക്കൊലയായാലും മറ്റുള്ള കിഴങ്ങ് വർഗ്ഗങ്ങളെല്ലാം ശേഖരിച്ചുകൊണ്ട് സ്കൂളിലേക്ക് കൊണ്ടുവരുന്ന ഒരു കാഴ്ച, അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു കാഴ്ച, അതുപോലെ തന്നെ ആളുകളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു ചങ്ങാടമുണ്ടാക്കിക്കൊണ്ട് പറമ്പശ്ശേരിയിലേക്ക് പോകുന്ന ഒരു കാഴ്ച, അതൊക്കെ നമ്മുടെ മനസ്സിനെ ഒരു നല്ല ഓർമ്മയുടെ രീതിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഡിബിൻ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്ത നല്ല കാര്യങ്ങൾ നേരത്തെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് വേണു പറഞ്ഞതുപോലെ ഈ കഴിഞ്ഞ പ്രളയ കാലഘട്ടത്തിൽ ആ പ്രളയത്തെ അതിജീവിക്കുന്നതിന് വേണ്ടി പ്രളയത്തിൽ ദുരിതമനുഭവിച്ച ഒരുപാട് പേര്, വെള്ളത്തിൽ വീണ കൈയും കാലുമിട്ടടിച്ച പലരെയും രക്ഷപ്പെടുത്തുന്നതിന്, ആ പ്രളയാനന്തരം പല ജീവനുകളും രക്ഷിക്കുന്നതിന് വേണ്ടിയൊക്കെ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച ഒരാളാണ്. ഡിബിൻ്റെ ജീവിത പശ്ചാത്തലം നമുക്ക് എല്ലാവർക്കും അറിയാം. വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വങ്ങൾ, സഹോദരിയെ വിവാഹം കഴിക്കുന്ന ഉൾപ്പെടെയുള്ള മുഴുവൻ ഉത്തരവാദിത്വങ്ങളും ഏറ്റെടുത്ത ഒരു പ്രിയപ്പെട്ട ഒരു കൊച്ചനുജൻ നമ്മളോടൊപ്പം ഈ സമൂഹത്തിൽ ജീവിച്ചു. എന്നാൽ ഈ ദുഃഖങ്ങളൊക്കെ, ഈ വിഷമങ്ങളൊക്കെ ഉള്ളിലൊതുക്കിക്കൊണ്ട് ഇവിടുത്തെ സാമൂഹ്യ പ്രവർത്തന രംഗത്തൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ഒരു പ്രിയപ്പെട്ട ഡിബി. അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ തന്നെ ഞാൻ ഒരു ആളോട് പോലും ഈ നാട്ടിൽ നമ്മുടെ കുടുംബശീല സാഹചര്യത്തിൽ പലരുമായിട്ട് വാക്ക് തർക്കമോ ഒക്കെ ഉണ്ടാകേണ്ട സാഹചര്യം ഉള്ളപ്പോൾ പോലും വളരെ സംയമനം പാലിച്ചുകൊണ്ട് ആരോടും ഒരു വിദ്വേഷമില്ലാതെ, ആരോടും ഒരു പ്രശ്നമില്ലാതെ കഴിഞ്ഞ കാലങ്ങളിൽ ജീവിച്ച ഒരാളാണ്. മറ്റു പല ചെറുപ്പക്കാരും നമ്മുടെ പ്രദേശത്തൊക്കെ ഉണ്ട്. അവരിൽ നിന്നെല്ലാം വ്യത്യസ്തനാണ് ഡിബിൻ. മറ്റു തരത്തിൽ ഒരു പൈസയും കളയില്ല. മാത്രമല്ല, ഞായറാഴ്ചകളിലും ഒക്കെ പണിക്ക് പോകുന്ന ഒരു ശീലം. നമ്മുടെ സഹകരണ ബാങ്കിലെ സെക്യൂരിറ്റിക്കാരനായിട്ടുള്ള ശ്രീ മോഹനൻ എന്നോട് പറഞ്ഞത്, ഞായറാഴ്ച പകൽ കുറച്ച് പണിയുണ്ട്, അത് കഴിയുമ്പോൾ വൈകിട്ട് വീട്ടിൽ വന്ന് പണിയാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ്. കൂട്ടത്തിൽ ഞായറാഴ്ച ഞാൻ ഉറപ്പായിട്ടും വരും, ഞായറാഴ്ച ഞാൻ വന്നില്ലെങ്കിൽ തിങ്കളാഴ്ച നിങ്ങളെടുത്തിടേണ്ടി വരും എന്നൊരു കമൻറ്റ് പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ചെറുപ്പക്കാരൻ തൻ്റെ 31 വയസ്സിനുള്ളിൽ മറ്റു മനുഷ്യരോട് ഒരു സ്നേഹം തൻ്റെ ചെറുപ്പകാലത്തിനുള്ളിൽ പ്രകടിപ്പിച്ചിട്ടുള്ള, മറ്റുള്ളവൻ്റെ വേദനയും തൻ്റെ വേദനയാണ് എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞ ഒരു ചെറുപ്പക്കാരനാണ് ഡിബിൻ. ഈ തൊഴിലിൻ്റെ കാര്യത്തിൽ ഞാൻ ആ ബിബിനൊരുമിച്ച് കുറച്ചാൾ തൊഴിൽ ചെയ്യാനൊരു അവസരം എനിക്കുണ്ടായി. നമ്മുടെ ടെൽക്കിൻ്റെ അടുത്ത് നിക്കൽ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൻ്റെ വർക്കിൽ അവിടെ അദ്ദേഹം ഏകദേശം രാത്രി 10-11 മണി വരെ ദിവസം ആ പണി കഴിയുന്നവരെ ദിവസവും ഓട്ടി ചെയ്യുമായിരുന്നു. ഞാനൊക്കെ സാധാരണ സമയം കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാനൊക്കെ പോരും. ഞങ്ങൾ കുറേ പേരുണ്ടായിരുന്നു, അവരൊക്കെ പോരും. 2-3 പേര് ഡിബിൻ ഉൾപ്പെടെ നിന്ന് വർക്ക് ചെയ്യുമായിരുന്നു. അങ്ങനെ വളരെ ഒരു പരിശ്രമശാലിയായിരുന്നു. കുടുംബത്തിൻ്റെ ബാധ്യത ഏറ്റെടുത്തുകൊണ്ട് ആ കുടുംബത്തിന് വേണ്ടി
എപ്പോഴും തൊഴിൽ ചെയ്യാൻ സന്നദ്ധനായി മുന്നോട്ട് വന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു അദ്ദേഹം. സാമ്പത്തിക രംഗത്ത് വളരെ കൃത്യതയോടുകൂടി കൈകാര്യം ചെയ്തു പോകുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ഇതെനിക്ക് നേരിട്ടറിയാവുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുടുംബശ്രീയിൽ നിന്നും ഇസാഫിൽ നിന്നും അതുപോലെ മൈക്രോ ഫൈനാൻസിൽ നിന്നൊക്കെ കടമെടുത്തിട്ടുണ്ട്. അതെല്ലാം കറക്റ്റ് ദിവസം തന്നെ രാവിലെ ആ വ്യക്തി അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരെ ഏൽപ്പിക്കുന്ന കാര്യത്തിൽ കൃത്യത പാലിച്ചിരുന്നു എന്നുള്ളതാണ്. ഏതൊരു ചെറുപ്പക്കാരിൽ നിന്നും മാതൃകാപരമായ ഒരു ജീവിതമാണ് വിപിൻ നയിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഇദ്ദേഹം ക്ഷേത്രത്തിൻ്റെ കമ്മിറ്റി അംഗം കൂടിയായിരുന്നു. ക്ഷേത്രത്തിൻ്റെ കമ്മിറ്റി അംഗം എന്നതിൽ ഉപരി ക്ഷേത്രത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും വളരെ സജീവമായി പ്രവർത്തിക്കുകയും എല്ലാ കാര്യങ്ങളിലും പങ്കെടുക്കാൻ സമയം കണ്ടെത്തുകയും ചെയ്യുന്നു. ഇങ്ങനെ പരിശ്രമശാലിയായിട്ടുള്ള ഈ തൊഴിൽ ഒറ്റ ദിവസം പോലും തൊഴിൽ കളയാതെ പണിക്ക് പോകുന്ന അദ്ദേഹം രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തും അതുപോലെ തന്നെ ക്ഷേത്രകാര്യങ്ങളിലും പ്രവർത്തിക്കാൻ സമയം കണ്ടെത്തിയിരുന്നു എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. ഈ ക്ലബിൻ്റെ പരിപാടികൾ ഇവിടെ നടത്തുമ്പോൾ വളരെ ആത്മാർത്ഥതയോടും സത്യസന്ധതയോടും കൂടി ഓരോ പരിപാടികളിലും സശ്രദ്ധം പങ്കെടുക്കുകയും അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ദിപിൻ. നമുക്കറിയാം, നമ്മളൊക്കെ ഒരു 8 മണിക്കൂറിൽ കുറച്ച് മാത്രം ജോലി ചെയ്യുമ്പോൾ കൃത്യമായി പറഞ്ഞാൽ ഒരു 13 മണിക്കൂറെങ്കിലും ഒരു ദിവസം അധ്വാനിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് ദിപിൻ. അങ്ങനെ ആഴ്ചയിൽ ഭൂരിഭാഗം ദിവസങ്ങളിൽ ഞായറാഴ്ച പോലും ഒഴിവാക്കാതെ കണ്ട് തൻ്റെ കുടുംബത്തിന് വേണ്ടി ഇത്രയേറെ കഷ്ടപ്പെടുന്ന ഒരു ചെറുപ്പക്കാരൻ നമ്മുടെ നാട്ടിൽ ഒരുപക്ഷെ ഉണ്ടാകില്ല. കാരണം എനിക്ക് നേരിട്ട് അനുഭവം ഉള്ളത്, ഒരു 2 വർഷം മുൻപ് എൻ്റെ വീട്ടിലൊരു വർക്ക് നടക്കുമ്പോൾ ദിപ്പിനെ ബന്ധപ്പെട്ടു പോവുകയും അദ്ദേഹത്തിന് പകൽ പണിയാൻ സമയമില്ലാതിരിക്കുകയും വേറൊരാളെ ഞാൻ ഏർപ്പാട് ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ ആ പണി കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ വൈകിട്ട് വരികയും 5 മണി മുതൽ രാത്രി 12 മണി വരെ പണിയെടുക്കുകയും ചെയ്ത, അങ്ങനെ എൻ്റെ വീട്ടിൽ ആ പണി തീരുന്നത് വരെ എല്ലാ ദിവസങ്ങളും രാത്രി 12 മണി വരെ പണിയെടുക്കുന്ന ഒരു കാഴ്ച, ഒരു അനുഭവം. അത് വലിയ ഒരു കാര്യം തന്നെയാണ്. ശരിക്കും ദിപിന അത്രയും എനിക്ക് ആത്മബന്ധം വരുന്നത് ഒരു 5 വർഷമായിട്ടുള്ളൂ. എന്ത് മിടുക്കൻ! അതായത് എന്താ നമ്മൾ പറയുന്നത്, എന്താ, ഞങ്ങൾക്ക് ഒരു പഴയ സ്വഭാവമുണ്ട്. ഇവിടെ KP സാജൻ ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു പ്രകടനം വരുന്നു, പെട്ടെന്ന് നമുക്ക് സുഖമില്ലാതായി, ഒച്ചയില്ല, സുഹൃത്തെ ഒന്നൊന്നും ഒരു മുദ്രാവാക്യം അപ്പം വിളിക്കും ദിപിൻ. ഇപ്പം രമേശൻ്റെ ഒപ്പം നിന്നിട്ട് രമേശൻ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അപ്പം തന്നെ വിപിൻ സ്വന്തമായിട്ട് അപ്പം തന്നെ വിളിച്ച് ആ പ്രസ്ഥാനത്തിൻ്റെ ജീവനാഡിയായി നിന്നുകൊണ്ട് അവിടെ ആ സമയത്ത് സ്വന്തമായിട്ടുണ്ടാക്കുന്ന മുദ്രാവാക്യങ്ങൾ ഉയർത്തി ഈ പ്രദേശത്തെ ജനങ്ങളെ ഉത്തേജിപ്പിച്ച വ്യക്തിയാണ് ഇവിടുത്തെ ചെറുപ്പക്കാരൻ. ആ ബൂത്ത് പ്രസിഡന്റ് എന്നുള്ളതിലേക്ക് അദ്ദേഹത്തിൻ്റെ ഇത്രയും പ്രാരാബ്ദം ഉണ്ടെന്ന് പുറത്ത് ആരെയും അറിയിക്കാതെ രാവിലെ മുതൽ ജോലിക്ക് പോയാലും 6 മണിക്കൂടെ മീറ്റിംഗ് ഉണ്ട് വന്നോന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ആ സമയത്ത് വരികയും ആ പ്രവർത്തനങ്ങളായിട്ട് ബന്ധപ്പെട്ട ആളുകളെ, അവരുടെ കൂട്ടാളികളെ, അവരുടെ കൂട്ടുകാരെ സംഘടിപ്പിച്ചു കൊണ്ടുവരുന്ന ഒരു വ്യക്തിത്വമായി. വിപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എല്ലാ മേഖലകളിലും നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. ആത്മാർത്ഥതയുടെ പര്യായമാണ് അദ്ദേഹം. കഠിനാധ്വാനം ചെയ്യാൻ യാതൊരു മടിയുമില്ലാത്തൊരു വ്യക്തിയാണ്. ഒരു കുടുംബത്തിൻ്റെ അത്താണിയാണ് അദ്ദേഹം. ആ കുടുംബത്തിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും ആശ്രയമായി നിന്നത് ദിപിനാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ത് എന്ന് ചോദിച്ചാൽ
പൊതുരംഗത്ത് അദ്ദേഹത്തിന് ശത്രുക്കളില്ലായിരുന്നു എന്നുള്ളതാണ്. പൊതുരംഗത്ത് പ്രവർത്തിക്കുമ്പോൾ ശത്രുക്കളില്ലാതെ, ഒന്നിൻ്റെയും മുൻപിൽ നിൽക്കാതെ, എല്ലാത്തിൻ്റെയും പിൻപിൽ നിന്നുകൊണ്ട് കുറുമശ്ശേരിയുടെ ഈ ബൂത്തിൻ്റെ അമരക്കാരനായി നിന്ന് പ്രവർത്തിച്ച അദ്ദേഹത്തിൻ്റെ വേർപാട്, ആ വേർപാടിൽ നാട് ഇന്ന് വളരെ വേദനിച്ചു കൊണ്ടിരിക്കുന്നു. നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കും.